Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? പഠിച്ചോ? എല്ലാവരും നോക്കിയോ? Good afternoon, Miss. Good afternoon. നന്ദന ബാബു, നന്ദന. നന്ദന കേക്കുന്നില്ലേ? ഫസ്റ്റ് ഫേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാമോ? 1947, 1983 എന്ത് തരം പ്രിൻസിപ്പിൾസാ കൊണ്ടുവന്നത് ഹെൽത്ത് കെയറില്? ഇനിഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസ് ആണ്. എന്താണ് രണ്ട് പ്രിൻസിപ്പിൾസ്? രണ്ട് പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനീഷ്യൽ ഫേസിലെ രണ്ട് പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു? പൈസ ഇല്ല എന്ന കാരണത്താല്. എന്താ? പൈസ ഇല്ല എന്നൊരു കാരണത്താൽ ആർക്കും പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? ഒരു രാഷ്ട്രത്തിന്റെ കടമയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് അല്ലേ? ഓക്കെ. Then subcenters, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? സബ്സെന്റർ. അമൃത PV, സബ്സെന്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഒന്ന് നോക്കിയില്ലേ നിങ്ങൾ? എന്താണ് റിപ്ലൈ ഇല്ലാത്ത? ചോദിച്ചത് മറുപടി ഇല്ല. റൂറൽ ഏരിയാസില് ഇമ്മ്യൂണൈസേഷനും പിന്നെ മറ്റു റൂറൽ ഏരിയാസിൽ കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് റൂറൽ ഏരിയാസിലാണ് കൂടുതലായിട്ടുള്ളത്. കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. റൂറൽ ഏരിയാസിൽ കൂടുതൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവിടെ തന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സും സൂപ്പർവിഷനും അവിടെ സബ് സെന്ററിൽ പ്രൊവൈഡ് ചെയ്തു. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പോയിന്റ് ആണ്. ബേസിക് മെഡിക്കൽ സർവീസ് ആണ്. എന്ത് സ്ട്രക്ചർ ആണ്? സ്ട്രക്ചർ എന്താണ്? ടെമ്പററി സ്ട്രക്ചർ ആയിരുന്നു സബ് സെന്റേഴ്സില്. വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? 1 or 2. ഓക്കെ. എത്ര പേരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്? More than 5,000. 5,000 up to 5,000 വരെയാണ്. ഓക്കെ. പഠിച്ചില്ലേ ഇത്? വായിച്ചില്ലേ അമൃത? വായിച്ചിരുന്നു. വായിച്ചിരുന്നു. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും? ഇല്ല, കുഴപ്പമില്ല. ഇല്ല. ഓക്കെ. നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റർ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ്? സജിത ബന്നു, സജിത ബാനു, സജിത. ടീച്ചർ ഇപ്പൊ തന്നെ ടെസ്റ്റ് വന്നിട്ടുള്ളൂ. ഞാൻ വായിച്ചിട്ടില്ല അല്ലേ? ഓ, അതാണ് പറയാം അല്ലേ? ഓക്കെ. ഞാനിപ്പൊ തന്നെ ഉച്ചക്ക് തന്നെ വന്നിട്ടുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും വായിച്ചിട്ടുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? റെഡിയാണ് മാഡം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് അടുത്തത് കേട്ടോ.
The secondary sector of the Indian healthcare system contains rural hospitals and community health centers serving 4 PHCs. The CHCs specialized medical service are meant for 1,20,000 people. Community health centers are supposed to have at least 30 beds, an operation theater, a laboratory, X-ray facilities, as well as a team of 4 medical specialists. Okay. അതായത് സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രികൾ, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രികൾ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ അവിടെ. അവിടുത്തെ സ്ട്രക്ചർ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അത് നമുക്ക് ഈ ഒരു പാരാഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. ഓക്കെ, അപ്പൊ നോക്കി എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. അതായത് മെയിൻ ആയിട്ട് റൂറൽ ഹോസ്പിറ്റൽ, അതായത് റൂറൽ ഏരിയസിലും അതുപോലെ അർബൻ ഏരിയസിലും കാണപ്പെടുന്നുണ്ട്. അവിടുത്തെ ജനങ്ങളെയാണ് ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ PHC നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, PHC പ്രൈമറി ഹെൽത്ത് സെന്റർ. അതായത് 4 PHCയെ ഒരു CHC ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് 4 PHCക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഓർഡറുകളും ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നത് CHCയിൽ നിന്നാണ്. നമുക്കറിയാം, അതായത് നമ്മുടെ PHCയിലേക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് PHCയിലേക്ക് ചെല്ലുക. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോട്ട് പോവുക. അവരുടെ ഓർഡറുകളും കാര്യങ്ങളൊക്കെയാണ് അവരനുസരിച്ച്. ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം വന്നു, നമുക്കറിയാം, നമുക്ക് കൊറോണ, നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കണമായിരുന്നു. അപ്പൊ PHC ആരുടെ ഓർഡർ ആണ് സ്വീകരിക്കുക? CHCയുടെ ഓർഡർ ആണ് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു CHC 4 PHCയെ സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ CHC എന്ന് പറഞ്ഞാല് എന്താ പറയാ, 1,20,000 ആളുകളെ സെർവ് ചെയ്യുന്നുണ്ട് അവിടെ. ഒരു CHCയില് ഏകദേശം 1,20,000 ആളുകളെ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 30 ബെഡ്സ് ഉണ്ട്, 30 ബെഡ്സോളം കിടക്കകളോളം അവിടെ അവൈലബിൾ ആണ്. ദെൻ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകും, ഒരു ലബോറട്ടറി ഉണ്ടാകും, എക്സ്റേ ഫെസിലിറ്റീസ് ഉണ്ടാകും. അതുപോലെ തന്നെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു ടീമും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ ഈ ഹോസ്പിറ്റലില്? താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള അവിടെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ആണ് കാണാനായിട്ട് സാധിക്കുക. പോയിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എന്താണ്? ഒരു CHC 4 PHCയെ സെർവ് ചെയ്യുന്നു. 1,20,000 പീപ്പിൾ ആണ് അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത്. പിന്നെ 30 ബെഡുകളോളം, 30 ബെഡ്സോളം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, അതായത് കണ്ണിന്റെ ഡോക്ടർ ഉണ്ടാകും, ഓർത്തോ ഡോക്ടർ ഉണ്ടാകും, അതുപോലെ തന്നെ ഗൈനക്കോളജി ആ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഉണ്ടാവും. അങ്ങനെ പല വിഭാഗങ്ങളിലുള്ള ഡോക്ടറെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? The next one, the health system infrastructure in India. ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ഹയറാർക്കി ഉണ്ട്, ഒരു അധികാര ശ്രേണി ഉണ്ട് ഇതിന്. ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കുള്ള തട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയേ. ആദ്യം തന്നെ നാഷണൽ ലെവലിലാണ് നമ്മുടെ ആരോഗ്യ മേഖല. അവിടെയാണ് നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നത്, ആരോഗ്യത്തിൻ്റെതായിട്ടുള്ള മേഖലകളിലെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്, ഓർഡറുകളൊക്കെ പുറപ്പെടുവിക്കുന്നത് നാഷണൽ ലെവലിൽ നിന്നാണ്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും മുകളിൽ തട്ട്, ഏറ്റവും ടോപ്പ് ഹയറാർക്കി വരുന്നത് നാഷണൽ ലെവലാണ്. അവിടെ ആരോഗ്യ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് നമുക്കൊരു ആരോഗ്യ മന്ത്രാലയം ഉണ്ട്. അവരുടെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ നിയമങ്ങൾ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ അത് ഇനാക്ട് ചെയ്യുന്നതും. അപ്പൊ ഏറ്റവും ടോപ്പ് നാഷണൽ ലെവൽ.
പിന്നെ അതിന്റെ താഴെയായിട്ട് അണ്ടറിലായിട്ട് വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS, അതായത് അതിന്റെ കീഴിൽ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് അല്ലെ, നമ്മുടെ കേരളത്തിലാണ് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പ്രത്യേകം എന്താണ്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില് പ്രത്യേകമായിട്ട് എന്തുണ്ട്, ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ നിന്നാണ് മറ്റ് ജില്ലകളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഓർഡറുകളൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. UTS എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശം കേട്ടോ, യൂണിയൻ ടെറിട്ടറീസ്. ഇപ്പൊ നാഷണൽ ലെവലിന്റെ കീഴിലാണ് സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിലെ ആരോഗ്യ കാര്യങ്ങളൊക്കെ അതിന്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ അവിടെ നിന്ന് നേരെ ഡിസ്ട്രിക്ട് ലെവലിൽ പോകുന്നു. ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലാ ഭരണകൂടം, നമുക്കറിയാം നമുക്ക് എല്ലാ ജില്ലയിലും എന്തുണ്ട്, 14 ജില്ലകളുണ്ട്. 14 ജില്ലകളിലുമായിട്ട് 14 ജില്ലാ ഭരണസ്ഥിര കേന്ദ്രങ്ങളുണ്ട്. മീൻസ് കളക്ടറേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, അതുപോലെ അവിടെ ആരോഗ്യ വിഭാഗമുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് പിന്നീടുള്ള ഓർഡറുകൾ താഴേക്ക് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് റൂറൽ ഏരിയാസില് CHSC, PHSC, സബ് സെന്റർ, ഈ 3 സ്ഥലത്തേക്കും കാര്യങ്ങളൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഓർഡറുകളും കാര്യങ്ങളൊക്കെ പോകുന്നു. അവിടെ നിന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മള് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുക. ദെൻ അർബൻ ഏരിയാസിലാണെങ്കിൽ ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ്. വലിയ വലിയ ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറി ഉള്ളത് എവിടെയാണ്, അർബൻ ഏരിയാസിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹയറാർക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിക്ചർ നോക്കിയിട്ട് ക്ലിയർ ആയോ, പറഞ്ഞത് മനസ്സിലായോ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇതൊക്കെ നാഷണൽ ലെവലിലാണ് ആദ്യം ഉള്ളത്. ഒരു ആരോഗ്യ മന്ത്രാലയം ഉണ്ട്. ദെൻ അതിന്റെ അണ്ടറിൽ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. UTS എന്ന് പറഞ്ഞാല് യൂണിയൻ ടെറിട്ടറീസ് ആണ്, അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങള്. ദെൻ ഡിസ്ട്രിക്ട് ലെവൽ, ദെൻ റൂറൽ ഏരിയാസ്, അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസ് ആണെങ്കിൽ CHSC, PHSC, സബ് സെന്റർ. ദെൻ അർബൻ ഏരിയാസിലാണെങ്കിൽ ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ്. ഓക്കെ, നമുക്കിനി നേരെ ഹോസ്പിറ്റൽ ഫംഗ്ഷനിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, എന്തൊക്കെയാണ് അവരുടെ കടമകൾ എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട് അവിടെ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന് 2 തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ, മറ്റൊന്ന് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ. ഓക്കെ, എക്സ്ട്രാമ്യൂറലിന്റെ ഡെഫിനിഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന, ഉള്ളില് പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സേവനങ്ങളെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന സേവനങ്ങളെ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നു. അടുത്തത് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ ആണ്. സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറത്തു കൊടുക്കുന്ന സേവനങ്ങളെ, ഹോസ്പിറ്റലിന് പുറത്തു കൊടുക്കുന്ന സേവനങ്ങളെ എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നു. അപ്പോ 2 തരത്തിലുള്ള ഫങ്ഷൻ ഉണ്ട്. ഒന്ന് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ, മറ്റൊന്ന് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നത് സർവീസ് വിത്ത് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് ഉള്ളിൽ കൊടുക്കുന്ന സേവനങ്ങള്. ദെൻ എക്സ്ട്രാമ്യൂറൽ ഈസ് സർവീസ് വിത്ത് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പുറത്ത് കൊടുക്കുന്ന സേവനങ്ങൾ. ദെൻ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു, ഉള്ളിൽ കൊടുക്കുന്ന സേവനങ്ങളാണ് അല്ലെ. അത് പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെ സേവനങ്ങളാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്നത്, അതിനകത്ത് വെച്ച് രോഗികൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റീസ്റ്റോറേറ്റീവ് ആണ്. റീസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാല് പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപനം എന്നൊക്കെയാണ് അതിന്റെ മലയാളം മീനിങ് വരിക. അതിന്റെ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് യു ഫീൽ ബെറ്റർ, അതായത് ആളുകളെ ബെറ്റർ ആക്കുന്നത്. മേക്കിംഗ് യു ഫീൽ ബെറ്റർ എന്നാണ് റീസ്റ്റോറേറ്റീവിന്റെ മീനിങ് വരിക. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ് പറയുന്നതെന്ന്. ഡയഗ്നോസ്റ്റിക്. These consist of the inpatient service involving medical,
സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസിസ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം. രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, അതിനെയാണ് രോഗനിർണയം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലില് ആദ്യം കൊടുക്കുന്ന ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ് ഡയഗ്നോസ്റ്റിക് അഥവാ രോഗനിർണയം. ഓക്കെ, ഇതെങ്ങനെയാ കൊടുക്കുന്നേ? രോഗനിർണയത്തിനൊപ്പം മെഡിക്കൽ, സർജിക്കൽ, മറ്റ് സ്പെഷ്യാലിറ്റികൾ എന്നിവയുൾപ്പെടുന്ന ഇൻ പേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കുന്നു. അതായത് ആളുകൾക്ക്, പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് രോഗനിർണയം നടത്തുന്നു, അവർക്ക് ചികിത്സകൾ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, സർജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, സ്പെഷ്യാലിറ്റി സർവീസുകൾ കൊടുക്കുന്നു. ഇതൊക്കെ ആശുപത്രിക്കുള്ളിൽ ആശുപത്രി പേഷ്യൻസിന് കൊടുക്കുന്ന ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഒന്ന് രോഗനിർണയം നടത്തുന്നു. രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിശ്ചയമായും രോഗി എവിടെ വന്നിരിക്കണം? ഹോസ്പിറ്റലിൽ വന്നിരിക്കണം അല്ലെ. ഇപ്പൊ രോഗനിർണയം നടത്തുന്നു, അതുകൂടാതെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യുന്നു, സർജിക്കൽ ട്രീറ്റ്മെന്റ്, ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നു, സ്പെഷ്യാലിറ്റി സർവീസുകൾ നടത്തി കൊടുക്കുന്നു. ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫംഗ്ഷൻ എന്താണ്? സർവീസ്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അടുത്തത് പറയാലോ. നെക്സ്റ്റ് വൺ ക്യൂറേറ്റീവ് ആണ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് അർത്ഥം രോഗശാന്തി എന്നാണ്. എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ രോഗശാന്തി പ്രൊവൈഡ് ചെയ്യുക? ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. എന്ത് തരം അസുഖങ്ങളുമായിട്ട് രോഗി വന്നോട്ടെ, അവരുടെ ഒക്കെ രോഗം മാറ്റി അവരെ ചികിത്സിച്ച് ഭേദമാക്കിയാണ് പറഞ്ഞു വിടുക ഹോസ്പിറ്റലിൽ അല്ലെ. നമ്മൾ ഇപ്പൊ നമുക്കൊരു ജലദോഷം വന്നോ, അല്ലെങ്കിൽ ഒരു പനി വന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാരക അസുഖമായിക്കോട്ടെ, നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷനിലായിക്കോട്ടെ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചികിത്സ കിട്ടും അല്ലെ. ചികിത്സ നൽകാതെ അത് നമ്മളെ വിടില്ല. ഓക്കെ, അപ്പോ എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ചികിത്സ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ക്യൂറേറ്റീവ്. അതൊരു ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ റിഹാബിലിറ്റേറ്റീവ് ആണ് കേട്ടോ. റിഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല് പുനരധിവസിപ്പിക്കുക. പുനരധിവസിപ്പിക്കുക എന്നാണ് ഇതിന്റെ മലയാളം മീനിങ് വരിക. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പുനരധിവാസം. എങ്ങനെയാണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. അതായത് ഒരു രോഗിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അയാളുടെ എന്താണ് മൊത്തം വീക്ക് ആവും, അയാളുടെ ബോഡി മൊത്തം വീക്ക് ആവും അല്ലെ. ഫിസിക്കലി അയാൾ വീക്ക് ആവുന്നതായിരിക്കും. മാത്രമല്ല മെന്റൽ വീക്ക്നെസ്സും കൂടി അയാൾക്ക് ഉണ്ടാവും. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയൊക്കെ ആകെ താളം തെറ്റില്ലേ. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാല് രോഗം വന്നു കഴിയുമ്പോൾ, ഇപ്പൊ മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ, ഇപ്പോ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന രോഗങ്ങൾ, നിപ്പ, കൊറോണ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ ഏകാന്തവാസം അനുഭവിക്കേണ്ടി വരും രോഗി അല്ലെ. ഐസൊലേഷനിൽ ഇരിക്കേണ്ടി വരും. നമ്മൾക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞതാണ്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. നമുക്ക് പുറത്തുനിന്നും ആളുകളെ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന ആ ഒരു തടസ്സം, അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്ന ആ ഒരു ഡ്യൂട്ടി കൂടി ആര് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ ശാരീരികമായിട്ട് റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, മെന്റൽ ആയിട്ട് നമ്മളെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, സോഷ്യലി നമ്മളെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നതും ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? 3 പോയിന്റ് പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് കെയർ ഓഫ് എമർജൻസീസ് ആണ്. ആക്സിഡന്റ്സ് ആസ് വെൽ ആസ് ഡിസീസസ്. എന്താണ് ഇവിടെ പറയുന്നത്? ആക്സിഡന്റ് പറ്റിയ സാഹചര്യങ്ങളിലും ഗുരുതരമായ രോഗങ്ങളിലും അടിയന്തര പരിചരണം നൽകുക. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് OP ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് ഒരാള് ആംബുലൻസിൽ കൊണ്ടുവരികയാണ്, അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, എത്രയും പെട്ടെന്ന് അയാളെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? OP ഇരിക്കുന്ന ഡോക്ടർ അവിടെ നിന്ന് എണീറ്റ് പോകും. ആ ഡോക്ടർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നമ്മൾ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു അത്യാവശ്യമായിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ അവിടെ നിന്ന് എണീറ്റ് പോവുകയും അവർക്ക് പ്രയോറിറ്റി നൽകുകയും ചെയ്യും. എന്തുകൊണ്ടാണ്?
അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഗുരുതര രോഗമുള്ളവർക്കാകട്ടെ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി വന്നിട്ടുള്ള വ്യക്തികൾക്കാകട്ടെ അവർക്കൊക്കെ എമർജൻസി ട്രീറ്റ്മെന്റ്, എമർജൻസി കെയർ ഹോസ്പിറ്റലില് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് റീസ്റ്റോറേറ്റീവ് ഫംഗ്ഷൻ, അതായത് ഇൻട്രാമ്യൂറലില് റീസ്റ്റോറേറ്റീവില് വരുന്നത് കേട്ടോ. ഡയഗ്നോസ്റ്റിക് പറഞ്ഞു, രോഗനിർണയം, ക്യൂറേറ്റീവ് രോഗശാന്തി, റിഹാബിലിറ്റേറ്റീവ് പുനരധിവാസം, then കെയർ ഓഫ് എമർജൻസീസ് അടിയന്തര പരിചരണം. then അടുത്തത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനില് പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണ് കേട്ടോ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റീവ് എന്താണ്? പ്രിവെന്റീവിന്റെ മീനിങ് എന്താ? പ്രതിരോധിക്കുക, അതാണ് വരിക കേട്ടോ. പ്രതിരോധമാണ്. എങ്ങനെയാണ്, എന്തൊക്കെ പ്രതിരോധമായിട്ടുള്ള നടപടികൾ ആണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, എത്തരത്തിലുള്ള പ്രിവെന്റീവ് ഫങ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. മേൽനോട്ടം വഹിക്കുന്നു. നോർമൽ പ്രഗ്നൻസീസിനും ചൈൽഡ് ബർത്തിനും സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് സൂപ്പർവിഷൻ കൊടുക്കുക? അതായത് ഗർഭധാരണം, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള പ്രസവം, പ്രസവാനന്തര ക്ഷേമം, ആഫ്റ്റർ ഡെലിവറിയുള്ള കെയർ എന്നിവ ഉറപ്പാക്കാൻ ഗർഭിണികൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും നൽകുന്ന ഒബ്സർവേഷൻ. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് അവർ പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്, ന്യൂ ബോൺ ബേബീസിന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സൂപ്പർവിഷൻ കൊടുക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു കൃത്യമായിട്ടുള്ള മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെലിവറി നടക്കുക അല്ലെ, ആരോഗ്യവാനായിട്ടുള്ള ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തില് മേൽനോട്ടം വഹിക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. Then next one, supervision of normal growth and development of children. അതായത് കുട്ടികളുടെ ഗ്രോത്ത് ട്രാക്ക് ചെയ്യുക. ഇപ്പൊ ജനിച്ച കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെയൊക്കെ ഗ്രോത്ത് ഡെവലപ്മെന്റ് ട്രാക്ക് ചെയ്യുക. അതായത് അവരുടെ വെയിറ്റ്, ഹൈറ്റ് ഇതൊക്കെ മെഷർ ചെയ്യുക. അവർക്ക് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിൽ വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ നടത്തുന്നതാണ്? ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം കാര്യങ്ങളില് സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, then C, control of communicable diseases, prevention of prolonged illness. അതായത് സാംക്രമിക രോഗങ്ങളുടെ തടയൽ, അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന രോഗങ്ങളുടെ തടയൽ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതെന്തൊക്കെയാണ്? അതായത് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയും ഇൻഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയും എയർബോൺ ഡിസീസസ് ആയിട്ടൊക്കെ ധാരാളം രോഗങ്ങൾ വരും അല്ലെ. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? കൊറോണ പറയാം, നിപ്പ പറയാം. ഇതൊക്കെ എന്താണ്? പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന രോഗങ്ങളാണ്. മാത്രമല്ല ദീർഘകാലമായിട്ട് അത് നീണ്ടു നിൽക്കും. കുറേയധികം എന്താ പറയാ സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിൽ നിന്ന് മോചനം ലഭിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങള് ഹോസ്പിറ്റലില് ചെയ്യുന്നുണ്ട്. അതൊരു സർവീസ് ആയിട്ട് അവര് ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള രോഗികളൊക്കെ വരുമ്പോൾ അവർക്ക് പ്രത്യേകം ഐസൊലേഷൻ കൊടുക്കുകയും ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഡി എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ആളുകൾക്ക് അവബോധം കൊടുക്കുക. എങ്ങനെയാണ് ആളുകൾക്ക് അവബോധം കൊടുക്കുക? ഹോസ്പിറ്റലില് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ചില പോസ്റ്ററുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? മാസ്ക് ധരിക്കുക, കൈ കഴുകുക, അകലം പാലിക്കുക, അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഭിത്തിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഭിത്തിയില് ചില നോട്ടീസസ് ഒക്കെ പതിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം, മിതമായ ആഹാരം ശീലിക്കുന്നതിന്റെ പ്രാധാന്യം, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അവരൊരു മീൽ പ്ലാൻ പോലെ രാവിലെ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്ത് ഫുഡാണ്, വൈകിട്ട് എന്താണ്, ഇതൊക്കെ നമ്മളുടെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ്. അവർക്ക് നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസം തരികയാണ് അങ്ങനത്തെ പോസ്റ്ററുകളിലൂടെയൊക്കെ. അപ്പോ അത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ ആളുകൾക്ക് അതിൽ നിന്ന് കൂടുതൽ അവയർനെസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ
അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ് ആളുകൾക്ക് ഹെൽത്ത് അവയർനെസ് കൊടുക്കുക എന്നുള്ളത്. ഇത് ഇൻട്രാമ്യൂറൽ ആണ് ട്ടോ. ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന സർവീസ് ആണ്. ദെൻ ഒക്യുപ്പേഷൻ. ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒക്യുപ്പേഷൻ ഹെൽത്ത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒക്യുപ്പേഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഒക്യുപ്പേഷൻ ഹെൽത്ത് ആണ്. അതായത് ആളുകൾക്ക് തൊഴിലിടങ്ങളിൽ പണിയെടുക്കുമ്പോൾ ചില രോഗങ്ങൾ വരാറുണ്ട് അല്ലെ. തൊഴിൽപരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുമല്ലോ. തൊഴിൽ സ്ഥലത്ത് വെച്ചിട്ട് ആളുകൾക്ക് ചില രോഗങ്ങൾ ബാധിക്കുക, ചില പരിക്കുകൾ പറ്റുക, ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാം. ഫാക്ടറിയിലൊക്കെ പണിയെടുക്കുന്നവർക്കാണെങ്കിൽ അവിടുത്തെ ഒരു കെമിക്കലിന്റെ ഇമ്പാക്ട് കൊണ്ട് ചില വൈകല്യങ്ങളോ അങ്ങനെ തൊഴിൽപരമായിട്ട് നമ്മൾ നേരിടുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് വരുന്നവരെ കൃത്യമായിട്ട് അവർക്ക് ചികിത്സ കൊടുക്കുക, തൊഴിൽജന്യ രോഗങ്ങളിൽ അവർക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ മറ്റൊരു സർവീസ് ആണ്. ക്ലിയർ ആണോ? പ്രിവെന്റീവ് ഫംഗ്ഷൻ ഓക്കെ ആണോ? അടുത്തത് എഡ്യൂക്കേഷൻ ആണ്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന മറ്റൊരു സർവീസ് ആണ് ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. എത്തരത്തിലുള്ള ആളുകൾക്കാണ് ഹോസ്പിറ്റലിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ, മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? അവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലേ? ഹോസ്പിറ്റലിലല്ലേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നേ. അപ്പോ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, മെഡിക്കൽ ബിരുദധാരികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കുന്നത് അവിടെ വെച്ചല്ലേ. മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ആശുപത്രിയിൽ വന്നല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ദെൻ രണ്ടാമത്തത് സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അതായത് ചില ഫീൽഡില്, ചില മെഡിക്കൽ ഫീൽഡില് സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നവരുണ്ട്, PG എടുക്കുന്നവരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ആരാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? ഹോസ്പിറ്റലാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ദെൻ സി, നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ്. അതായത് നഴ്സുമാർക്ക്, അതുപോലെ തന്നെ മിഡ്വൈഫ്സ് എന്ന് പറഞ്ഞാൽ സൂതകർമ്മിണികളാണ് കേട്ടോ. അതായത് നഴ്സുമാരെ ഡെലിവറിയിൽ സഹായിക്കാൻ നിൽക്കുന്ന ആളുകളെയാണ് മിഡ്വൈഫ്സ് എന്ന് പറയുന്നത്. അവർക്കൊക്കെ ഹോസ്പിറ്റൽ എന്ത് കൊടുക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തകരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, ആശാ വർക്കർ. ഓക്കെ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ എന്ത് കൊടുക്കുന്നു? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ധാരാളം സ്റ്റാഫുകളുണ്ട്. അവർക്കും എന്ത് കൊടുക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ചില സമയത്ത് ട്രെൻഡുകൾക്ക് അനുസരിച്ച് രോഗം വരും. ഇപ്പോ എന്താ പറയാ, മഴ സമയത്ത് റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ ധാരാളം രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പിടിവരാറുണ്ട് അല്ലെ. അപ്പോ ആ ഒരു പ്രത്യേക സമയത്ത് ആളുകളെ, ഒരു പ്രത്യേക തരം കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള രോഗം ഈ സമയത്ത് വരുന്നതാണ്, ഇങ്ങനെയുള്ള പ്രിവെന്റീവ് പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കേണ്ടതാണ്, അങ്ങനെയുള്ള അവയർനെസ് അവർക്ക് കൊടുക്കുക. അപ്പോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു 5 കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ 5 വ്യക്തികളിലായിട്ട് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് റിസർച്ച് ആണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവേഷണം. ഓക്കെ, ഗവേഷണമാണ് കേട്ടോ റിസർച്ച്. അപ്പോ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസ് ആണ് ഗവേഷണം, റിസർച്ച് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. അതായത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ചും അവന്റെ രോഗത്തെ കുറിച്ചും, അവന് രോഗം വന്നു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സൈക്കോളജിക്കലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അങ്ങനെ രോഗം വന്നു കഴിയുമ്പോൾ സോഷ്യലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരു മനുഷ്യനെന്ന് ഗവേഷണം ചെയ്യുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തുന്നു. ഓക്കെ, ഒരാൾക്ക് ഇപ്പൊ ഒരു രോഗം പിടിവിട്ടു, ആ രോഗം പിടിവിട്ട് കഴിഞ്ഞാല് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തെ അത് മെന്റലായിട്ട് എത്രത്തോളം ബാധിക്കുന്നുണ്ട്,
അല്ലെങ്കിൽ അത് ഫിസിക്കലി അദ്ദേഹത്തെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടാവാം, ഇന്ന വൈകല്യങ്ങൾ ഉണ്ടാവാം, ഇത്രയുമാണ് ആ രോഗത്തിന്റെ എന്താ പറയാ മാറാനുള്ള കാലതാമസം. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിനിക്കൽ മെഡിസിൻ. ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുക, ലബോറട്ടറി ടെസ്റ്റുകളിലൂടെ പുതിയ മരുന്നുകൾ കണ്ടെത്തുക, പുതിയ പുതിയ ഗവേഷണങ്ങൾ, അതായത് പുതുതായിട്ടുള്ള ഇന്നോവേഷൻസ് മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. ലാസ്റ്റ് വൺ, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് പുതിയ പുതിയ ഹോസ്പിറ്റൽ പ്രാക്ടീസിലേക്ക് പുതിയ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരിക, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ കൂട്ടിയിണക്കുക, ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ എന്താണ്? റിസർച്ചിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നതാണ്. ക്ലിനിക്കൽ മെഡിസിൻ കേട്ടില്ലേ? ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞാല് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തുക, പുതിയ പുതിയ മരുന്നുകൾ കേൾക്കുക. ക്ലിയർ അല്ല? പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുക. ഹോസ്പിറ്റലിന്റെ ജോലിയല്ലേ, അവരുടെ ഫാർമസിയുടെ ജോലിയല്ലേ, ലബോറട്ടറിയുടെ ജോലിയല്ലേ. പുതിയ തരം മരുന്നുകൾ കണ്ടെത്തില്ലേ നമ്മള്? പുതിയ ടൈപ്പ് കൊറോണയ്ക്ക് നമ്മൾ മരുന്ന് കണ്ടെത്തി, പെട്ടെന്നല്ലേ മരുന്ന് നമ്മൾ കണ്ടെത്തിയത്. കോവാക്സിനും കോവിഷീൽഡും ഒക്കെ നമ്മൾ കണ്ടെത്തിയത് ചുരുങ്ങിയ സമയത്തിനുള്ളിലല്ലേ. അപ്പൊ അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുക? ആ മരുന്നുകൾ കണ്ടെത്തുക എന്നുള്ളത്. അത്തരം കാര്യങ്ങൾ രോഗത്തിനനുസരിച്ച് പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നത് ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റലില് പുറത്തു കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പുറത്തു കൊടുക്കുന്നത് ഒന്ന് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് വരുന്ന രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കി പറഞ്ഞിരിക്കുന്നു. അതായത് അവർക്ക് വീട്ടിലുള്ള കൺസൾട്ടേഷൻ കൊടുക്കുന്നു, മരുന്നുകൾ കൊടുക്കുന്നു, എന്നിട്ട് അവരെ വീട്ടിലേക്ക് അയക്കുന്നു. അതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് കേട്ടോ. പുറത്തു നിന്ന് രോഗികൾ വരുന്നു, മരുന്ന് കൊടുക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. അത് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നതാണ്. രണ്ടാമത്തത് ഹോം കെയർ സർവീസ്. ചില രോഗികൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരാനായിട്ട് പറ്റിയെന്ന് വരില്ല, നടക്കാനൊക്കെ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അവരെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തത് മൊബൈൽ ക്ലിനിക്സ് ആണ്. സഞ്ചരിക്കുന്ന ആശുപത്രികള് വെഹിക്കിൾസിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാർ ആംബുലൻസിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വെഹിക്കിൾസിലൊക്കെ പോയിട്ട് സഞ്ചരിക്കുന്ന ആശുപത്രി എന്നാ പറയുക അതിന്. രോഗികൾക്ക് അവരുടേതായിട്ടുള്ള സിറ്റികളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള എന്താ പറയുക ജംഗ്ഷനിലോ ഒക്കെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ആളുകളെ ആ വണ്ടിയിൽ ഇരുത്തി എന്താ പറയുക കൺസൾട്ടേഷൻ നടത്തുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അവിടെയുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുന്നു? പാലിയേറ്റീവ് കെയർ നമുക്ക് പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം പാലിയേറ്റീവ് കെയർ. പക്ഷെ അത് വേറൊരു വിഭാഗമല്ലേ. ഇത് ഹോസ്പിറ്റൽ നമുക്ക് പറയാം അങ്ങനെ കേട്ടോ. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തീരെ ആവശ്യമായിട്ടുള്ള കിടപ്പിലായിട്ടുള്ള രോഗികളെയൊക്കെ അല്ലേ ചികിത്സിക്കുന്നത്. അതെന്ന് പറഞ്ഞാല് എന്താ പറയാ രോഗികൾക്ക്, അതായത് അവിടെയുള്ള സാധാരണ നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡേ കെയർ സെന്റർ. അതായത് ഡേ കെയർ സെന്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ 24 hours അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീമോതെറാപ്പി കൊടുക്കുന്നു, റേഡിയോ തെറാപ്പി കൊടുക്കുന്നു, പിന്നെ അതുപോലെ കാറ്ററാക്ട് സർജറീസ്, കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർജറീസ്. ഇതൊക്കെ 24 മണിക്കൂറിനുള്ളിൽ ചെയ്തു കൊടുക്കുന്ന സർവീസിനെയാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സേവനങ്ങളെ നമ്മൾ എക്സ്ട്രാ ന്യൂറൽ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി, കാറ്ററാക്ട് സർജറീസ്.
ഓക്കെ. ദെൻ നൈറ്റ് ഹോസ്പിറ്റൽ. നൈറ്റ് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് മാത്രമേ പ്രവർത്തിക്കുള്ളൂ, രാത്രി കാലങ്ങളിൽ മാത്രം. ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, ഇപ്പോ എന്താ പറയാ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള സമയത്തിനനുസരിച്ചിട്ട് രാത്രി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതും ഒരു എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഈസ് മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. മെഡിക്കൽ കെയർ ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെഡിക്കൽ കെയർ ക്യാമ്പുകൾ നടത്തുന്നില്ലേ ഹോസ്പിറ്റലുകൾ. എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കെയർ ക്യാമ്പുകൾ നടത്തുന്നത്? എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? ഒന്ന് കമന്റ് ചെയ്തേ. എന്തിനാണ് മെഡിക്കൽ കെയർ ക്യാമ്പുകൾ നടത്തുക? ഏത് പ്രദേശത്താണ് കൂടുതൽ മെഡിക്കൽ കെയർ ക്യാമ്പുകൾ നടത്തുന്നത്? കമന്റ് ചെയ്തേ. റൂറൽ ഏരിയ ആണ് അല്ലെ, ഗ്രാമപ്രദേശങ്ങളിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ചില റൂറൽ ഏരിയാസിലൊക്കെ എന്താണ്, ആളുകൾ ചിലപ്പോൾ പട്ടണത്തിലോട്ട് പോകുക, അതായത് സിറ്റീസിലോട്ടൊക്കെ പോകുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. അപ്പോ അവരെ അവിടെ ചെന്ന് ട്രീറ്റ് ചെയ്യുക, അവർക്ക് മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക, അവർക്ക് ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്തുക. അപ്പോ പ്രായമായവർ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഉണ്ടാവാം, കുട്ടികളൊക്കെ ഉണ്ടാവാം. ഇവർ ആ ക്യാമ്പിൽ വരികയും അവർക്ക് തുച്ഛമായിട്ടുള്ള, ചിലപ്പോൾ ഫ്രീ ക്യാമ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള ഫീസ് മേടിക്കുന്ന ക്യാമ്പ് ആയിരിക്കാം. ഇങ്ങനെ ക്യാമ്പുകൾ നടത്തുന്നതിലൂടെ അവരുടെ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ചിലപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകാത്ത ആളുകളൊക്കെ ഉണ്ടാവും അതിനകത്ത്. ഇതേവരെ ഹോസ്പിറ്റലിൽ അകലം ചിലപ്പോൾ കുറെ അധികം ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം ഹോസ്പിറ്റലൊക്കെ പോവാത്ത ആളുകളുണ്ട് അല്ലെ. തീരെ റൂറൽ ഏരിയ, ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ. അപ്പൊ അവർക്ക് ഫ്രീ ചെക്കപ്പ് കൊടുക്കുക, അതായത് അവരെ എന്താ പറയാ അവരെ മൊത്തമായിട്ട് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടും? അവരുടെ രോഗനിർണയം, അവർക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ ഈ ക്യാമ്പിൽ വെച്ചിട്ട് എന്ത് കൊടുക്കും? ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കും. അതായത് അവരെ ഈ ക്യാമ്പിൽ അവർ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേപ്പർ കൊടുക്കും. ഈ പേപ്പർ കൊണ്ട് പോയി കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടും, അല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് അവിടെ കെട്ടിവെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ സർജറീസോ മറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കണ്ണിന്, ഇപ്പൊ ഈ ക്യാമ്പിലൊക്കെ വരുമ്പോഴാണ് കണ്ണിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, തിമിരമുണ്ട്, അതാണ് ഇങ്ങനെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ കണ്ണുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തിമിരം ഫൈൻഡ് ചെയ്ത ആൾക്ക് ആ തിമിര ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അയാൾ അയക്കാം. അവർ ആ ക്യാമ്പ് നടത്തുന്ന ഹോസ്പിറ്റൽ ഏതാണോ അങ്ങോട്ട് തന്നെ അയക്കാം. അയക്കുമ്പോൾ ആ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു എന്നുള്ള ആ ഒരു റെസീപ്റ്റ് മാത്രം എന്ത് ചെയ്യാം, കൊണ്ടുപോയി അവിടെ കൊടുക്കുക. അപ്പൊ അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ഇളവുകളും മറ്റൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ നടത്തുന്ന മറ്റൊരു എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ ആണ് മെഡിക്കൽ കെയർ ക്യാമ്പ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഈ ചാപ്റ്റർ ഇത്രയും വരെ ഉള്ളൂ കേട്ടോ. ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. 3rd ചാപ്റ്റർ ആണ് എടുത്തത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഇപ്പൊ പറയാം കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാത്തതുണ്ടോ എന്ന് പറഞ്ഞതില്? ഇല്ല. ഇതിനകത്ത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനും എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റീസ്റ്റോറേറ്റീവ് ഒന്നുകൂടി പറയാം. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ, എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കുക. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സബ് സെന്റർ, PHSC, CHSC, ഇത് 3 കാര്യങ്ങളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കി വെക്കുക. പിന്നെ 3 സ്റ്റേജിൽ വന്ന കാര്യമായ മാറ്റങ്ങൾ അതും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. പിന്നെ മുകളിൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. റീസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാല്
പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപനപരമായെന്നൊക്കെയാണ് പറയാ. മേക്കിംഗ് യു ഫീൽ ബെറ്റർ, അതായത് രോഗികൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡയഗ്നോസ്റ്റിക് ആണ്, രോഗനിർണയം നടത്തുന്നു ഹോസ്പിറ്റലില്. ഒരു രോഗി ഹോസ്പിറ്റലിൽ ചെന്നാലാണ് അയാളുടെ രോഗം കണ്ടുപിടിക്കുക. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള രോഗനിർണയം നടത്തുന്നു. കൂടാതെ അദ്ദേഹത്തിന് രോഗിക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, സർജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ക്യൂറേറ്റീവ് എന്ന് പറയുന്നത് രോഗശാന്തിയാണ്. എല്ലാത്തരം രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ റിഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അയാൾ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും വീക്ക് ആവും അല്ലെ. കൂടാതെ ആളുകളോട് എന്താ പറയാ പെരുമാറാൻ അല്ലെങ്കിൽ ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മടിയൊക്കെ ചിലപ്പോൾ രോഗികൾ കാണിച്ചിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് രോഗികളെ പുനരധിവസിപ്പിക്കുക, അതായത് പണ്ടത്തെ സ്ഥിതിയിലേക്ക് ആരോഗ്യം മാറ്റുക എന്നുള്ളതും കൂടി ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. ദെൻ കെയർ ഓഫ് എമർജൻസീസ് എന്ന് പറയുന്നത് ആക്സിഡന്റ്, അതായത് അടിയന്തര സാഹചര്യങ്ങളിലും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുന്ന സമയത്തും ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി കെയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? മാഡം. ക്ലിയർ ആയില്ലേ? റിസ്റ്റോറേറ്റീവ് പറഞ്ഞ ആൾക്ക് ക്ലിയർ ആയോ? ആയി. ഓക്കെ. കുഞ്ഞ് ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്. ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ കേട്ടോ. ചാപ്റ്ററിന്റെ പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര്. എല്ലാവരും കാണുന്നുണ്ടോ? അത് ഞാൻ വായിക്കാം, അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. There are different types of hospital and each type has its own characteristics, strength and limitations. Owing to variation in types, it is necessary to classify to understand its type. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് വരാവേ. Okay, നമുക്ക് തുടങ്ങാം. There are different types of hospital and each type has its characteristics, strength and limitations. Owing to variation in types, it is necessary to classify to understand its type. Hospital can classified on following basis: size, level of care, clinical specialties, ownership, system of medicine, length of stay. ഓക്കെ, അതായത് നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. There are different types of hospital. പല പല ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകളുണ്ട്. ഓക്കെ, അതിന്റെ സ്ട്രെങ്ത്, അതായത് അതിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് അതിന്റെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് കൈകാര്യം ചെയ്യാം, അതിനെ പല തരത്തില് അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാ ഹോസ്പിറ്റലും ഒരുപോലെയല്ല. അതിന്റെ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻ വെച്ചിട്ട് അതിന് പല പ്രത്യേകതകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾക്ക് ഹോസ്പിറ്റലിനെ താഴെ പറയുന്ന ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെ രീതിയിലാണ് ഹോസ്പിറ്റലിന് ക്ലാസിഫിക്കേഷൻ വരുന്നത്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൈസ്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലുകള് വ്യത്യസ്തമാണ്.
സൈസിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലും ഒരേപോലെയാണോ? ചെറുതുണ്ട്, വലുതുണ്ട്, അല്ലെ? അപ്പൊ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ വ്യത്യസ്തമാണ്. ദെൻ ലെവൽ ഓഫ് കെയർ, രോഗിക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ വ്യത്യസ്തമാണ്. രോഗിക്ക് കൊടുക്കുന്ന കെയറിന്റെ അടിസ്ഥാനത്തിൽ. ദെൻ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ഫീൽഡ് ഓഫ് മെഡിസിൻ, അതായത് പലതരത്തിലുള്ള മെഡിസിൻ, പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിൻസ് ഒക്കെ രോഗിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റല് വ്യത്യസ്തമാണ്. ദെൻ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശത്തിന്റെ ബേസില് ഹോസ്പിറ്റല് ഡിഫറെന്റ് ആണ്. ഓക്കെ, താഴെ ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് കേട്ടോ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ദെൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, മെഡിസിൻ കൊടുക്കുന്ന രീതികളുടെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റൽ വ്യത്യസ്തമാണ്. ദെൻ ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് താമസിക്കുന്നത്, അതായത് സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ എന്താണ്, ഹോസ്പിറ്റല് വ്യത്യസ്തമാണ്. അപ്പോ ഇത്തരത്തില് നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു സൈസ് എന്ന് പറഞ്ഞല്ലേ. സൈസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഹോസ്പിറ്റൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സൈസ് ഓഫ് ഹോസ്പിറ്റൽ ഈസ് generally measured by the number of inpatient beds. It offers on the basis of size. A hospital can be classified as small hospital, mid-sized hospital or a large hospital. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ അളക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെയുള്ള ഇൻപേഷ്യന്റ് ബെഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഹോസ്പിറ്റലിൽ എത്ര കിടക്കകൾ ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലിനെ അളക്കാനായിട്ട് സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ, അതായത് സൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ്, അതിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ചെറിയ ഹോസ്പിറ്റലാണ്. പക്ഷെ ഈ ചെറിയ ഹോസ്പിറ്റലിൽ 100 ബെഡും വലിയ ഹോസ്പിറ്റൽ 50 ബെഡും ഉണ്ടെങ്കിൽ അതിനകത്ത് ഏത് ഹോസ്പിറ്റലിനെ നമുക്ക് ലാർജ് ഹോസ്പിറ്റൽ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഒരു ചെറിയ ഹോസ്പിറ്റലിൽ 100 ബെഡ് ഉണ്ട്, ഒരു വലിയ ഹോസ്പിറ്റലിൽ 50 ബെഡ് ഉണ്ട്. അതിനകത്ത് ഏതാണ് വലിയ ഹോസ്പിറ്റല്? ചെറുതാണ് അല്ലെ? അവിടെ കൂടുതൽ എന്തുണ്ട്? ബെഡുകൾ അവൈലബിൾ ആണ്. അപ്പൊ ബെഡുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് ഹോസ്പിറ്റലിനെ സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്തയിലോട്ട് പോവാം. സ്മോൾ ഹോസ്പിറ്റൽ. The hospital with approximately 30 or less beds are generally recognized as small hospital. Small hospitals have limited resources and do not offer highly end care. Majority of the hospitals in India are small hospitals, especially in suburban and rural areas. It is a common practice in small hospital to outsource various services such as laboratory, radiology, and pharmacy. Emergency care, intensive care, and surgical care facilities are usually at a very basic level in small hospital. Okay. ഇവിടെ പറയുന്നത് എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ 30 or less beds, അതായത് 30 അല്ലെങ്കിൽ 30 താഴെയോ കിടക്കകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ കുറച്ച് റിസോഴ്സസ് അല്ലെങ്കിൽ എക്യുപ്മെന്റും കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഹൈലി ആയിട്ടുള്ള, അതായത് ഇവര് ഈ ഹോസ്പിറ്റൽ ഒരിക്കലും ഓഫർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഭയങ്കര വലിയ കെയർ ഒന്നും നമ്മൾക്ക് അവിടെ പോയാല് നമുക്ക് ലഭിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഇന്ത്യയില് മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റലും സ്മോൾ ഹോസ്പിറ്റലാണ്. എന്തുകൊണ്ടായിരിക്കാം സ്മോൾ ഹോസ്പിറ്റല് ഏറ്റവും കൂടുതൽ സ്മോൾ ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്മോൾ ഹോസ്പിറ്റൽ ആണെന്ന് പറയുന്നത്? കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നിറച്ച് കുഗ്രാമങ്ങളാണ് അല്ലെ, ഗ്രാമപ്രദേശങ്ങൾ ധാരാളം ഉണ്ട്.
അപ്പൊ അവിടങ്ങളിൽ നമുക്ക് വലിയ ഹോസ്പിറ്റലൊന്നും പണിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ളതൊക്കെ സ്മോൾ ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 30 or less ബെഡ്സ് ആണ്. അതുകൂടാതെ ഭയങ്കര വലിയ കെയർ ഒന്നും അവർ ഓഫർ ചെയ്യുന്നില്ല. ഇന്ത്യയിലെ മെജോറിറ്റിയും സ്മോൾ ഹോസ്പിറ്റലാണ്. എസ്പെഷ്യലി ഇൻ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലും മറ്റുമാണ് ഈ സ്മോൾ ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് ആണ് പല പല സർവീസുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്? ഇവിടെ പറയുന്നുണ്ട് ചില സർവീസുകൾ ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ്? അതായത് ലബോറട്ടറി സർവീസുകള്, റേഡിയോളജി സർവീസുകള്, ഫാർമസി സർവീസുകളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യും. എന്താണ് അതിന്റെ അർത്ഥം വരിക? എന്താണ് മീനിങ്? എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് അവിടെ? അതായത് നമുക്ക് ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ മാത്രമാണ് ലഭിക്കുക, അല്ലെങ്കിൽ മരുന്നുകൾ മാത്രമാണ്, ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടാകണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതൊക്കെ പുറത്തേക്ക് അവർ എഴുതി തരും അല്ലെ? ഇവിടെ മരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറയും അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ടാവും, പക്ഷെ അതിന് അവിടെ സൗകര്യം ഉണ്ടാവില്ല. പുറത്തുള്ള ലാബുകളിൽ പോയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എക്സ്റേ എടുക്കണമെങ്കിൽ നമ്മൾ പുറത്ത് പോയി എക്സ്റേ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സർവീസുകൾ ഇവർ പുറത്തേക്കാ വിടുക. സ്മോൾ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള സർവീസുകൾ അകത്ത് കൊടുക്കാതെ, അകത്ത് അതിനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ടാണ് അകത്ത് കൊടുക്കാതെ കേട്ടോ. ഇത്തരം സർവീസുകൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, എമർജൻസി കെയർ, അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ, സർജിക്കൽ കെയർ ഒക്കെ ബേസിക് ലെവലിലാണ് സ്മോൾ ഹോസ്പിറ്റലിൽ നടക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ അവരൊന്ന് ബാൻഡേജ് ചെയ്തു തരുന്നത്, പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷനോ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പൊ ബേസിക് പെട്ടെന്ന്, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്ത് ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ലേ, അതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ റെഫർ ഔട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടി ഞാൻ പറയാം പോയിന്റുകള്. 30 or less ബെഡ്സ് ആണ് സ്മോൾ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ, വലിയ രീതിയിലുള്ള കെയർ ഒന്നും അവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഇറ്റ് ഓഫേഴ്സ് ഔട്ട്സോഴ്സ് ദ സർവീസസ്, ഔട്ട്സോഴ്സ് ചെയ്യാണ്. എന്തൊക്കെ സർവീസുകളാണ്? ഫാർമസി, ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ബേസിക് ലെവൽ ഓഫ് കെയർ ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുക, സ്മോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുക. കേട്ടോ, ക്ലിയർ ആണോ? മിക്സൈസർ ഹോസ്പിറ്റലും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മിക്സൈസർ പറയാവോ? പറഞ്ഞോട്ടെ. മിക്സൈസർ ഹോസ്പിറ്റൽ നമുക്ക് നോക്കാം. Mid-sized hospitals, typically having 30 to 100 beds, are also very popular in India. They have more resource than ആണ് കേട്ടോ. ഇവിടെ then കൊടുത്തിരിക്കുന്ന തെറ്റാണ്, than എന്ന് തിരുത്തണം കേട്ടോ. than എന്നാണ്. Then small hospitals and are better equipped to provide complex services. However, they are not so comprehensive as large hospitals. They generally offer a reasonable level of emergency and intensive care and will have most of the clinical support service such as diagnostic as in-house service. Non-clinical services such as food service, laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. Mid-sized hospital പ്രത്യേകത 30 to 100 ബെഡ്സ് വരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 30 തുടങ്ങി 100 വരെയുള്ള കിടക്കകൾ അവിടെ അവൈലബിൾ ആണ്, മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലാണ്. സ്മോൾ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണമാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലാണ്.
ഇവിടെ നമുക്ക് സ്മോൾ ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ബെറ്റർ എക്യുപ്പൈഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, ഉപകരണങ്ങൾ കുറച്ചും കൂടി ഒക്കെ ഉണ്ടാവും, സ്റ്റാഫ് ഒക്കെ കുറച്ചും കൂടി ഇവിടെ കൂടുതൽ ഉണ്ടാകും. എന്നാൽ ലാർജ് ഹോസ്പിറ്റൽ അത്ര കോംപ്രഹെൻസീവ് അല്ല. നമുക്ക് ലാർജ് ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന സർവീസുകൾ എവിടെ ഉണ്ടാവില്ല, ഹോസ്പിറ്റലില് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് നമുക്ക് എമർജൻസി കെയറും ഇന്റൻസീവ് കെയർ ഒക്കെ എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, ഈ ഒരു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് ഒക്കെ ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യുക. എങ്ങനെയാണ് ഫുഡ് സർവീസ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക? നമുക്ക് ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും, പുറത്തു നിന്നുള്ള സംഘടനകള് ഹോസ്പിറ്റലുമായി ചേർന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നത്, അല്ലെ? ഉച്ചക്കഞ്ഞി വിതരണം, അതുപോലെ തന്നെ ഉച്ചഭക്ഷണം, വൈകിട്ടത്തെ കഞ്ഞി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ട്രസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ചില സംഘടനകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോ പുറത്തുനിന്നുമുള്ള കമ്പനികളുമായി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളുമായി ഹോസ്പിറ്റലിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഭക്ഷണ വിതരണമൊക്കെ നടത്തുന്നത്. അത് നമുക്ക് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയായിട്ട് പറയാം. അതുപോലെ തന്നെ ലോണ്ടറി, ഹൗസ് കീപ്പിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ആളുകളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റിസർച്ചിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞേക്കാം. ഏതാണ് മോളെ? റിസർച്ചിന്റെ ഫസ്റ്റ് പോയിന്റ്, ആ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ. കഴിഞ്ഞ ചാപ്റ്ററിലാണോ? ഡയഗ്നോസ്റ്റിക് ആണോ? റിസർച്ച് 4ാമത്തെ പോയിന്റ് അല്ലേ? ഓക്കെ. ഫിസിക്കൽ അല്ലേ? ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. അതായത് ഒരു രോഗിയുടെ രോഗത്തെ കുറിച്ച്, അദ്ദേഹത്തിന് രോഗം വന്നാലുള്ള ആരോഗ്യസ്ഥിതിയെ കുറിച്ച്, അദ്ദേഹത്തിന് എന്തൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക, മെന്റൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ രോഗം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ ആസ്പെക്ട് ഒക്കെ എങ്ങനെയാണെന്ന് വിശദമായി പഠിക്കുകയും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യാം. എനിക്കൊരു രോഗം വന്നു കഴിഞ്ഞാല് എന്റെ ബിഹേവിയർ എങ്ങനെയാണ്, എന്റെ സിംറ്റംസ് എന്താണ്, ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എന്താണ്, അപ്പൊ കംപ്ലീറ്റ് ആ രോഗത്തിന്റെ രോഗകാരണത്തെ കുറിച്ചും ലക്ഷണത്തെ കുറിച്ചും രോഗിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് റിസർച്ച് നടത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മാം, മിഡ് സൈസ് ഹോസ്പിറ്റൽ ഒന്നുകൂടി പറയോ? മിഡ് സൈസ് ഏതാണ്? അതെ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നമുക്ക് 30 to 100 ബെഡ്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആശുപത്രികളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇടത്തരം ഇങ്ങനത്തെ ഹോസ്പിറ്റലുകളിലാണ് വരിക. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് സ്മോൾ ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ റിസോഴ്സസ് കാണാനായിട്ട് സാധിക്കും, കൂടുതൽ ഉപകരണങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും, കൂടുതൽ സ്റ്റാഫുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്മോൾ ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ. പക്ഷെ ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര എന്താ പറയാ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു ചികിത്സ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ രോഗവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോഗത്തെ മാറ്റി എന്താ പറയുക, നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാനുള്ളൊരു എന്താ പറയാ ഒരു സേവനം അവർ നമുക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല ഇത് കുറെ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്നത് പുറത്തുള്ള സംഘടനകളുമായിട്ടൊക്കെ ചേർന്നിട്ടാണ്. അതുപോലെ ലോണ്ടറി സർവീസ്, ഹൗസ് കീപ്പിംഗ് പോലുള്ള സർവീസ്, ഇതൊക്കെ നടത്തുന്നത് പുറത്തുള്ള ചില സംഘടനകള്, ചാരിറ്റബിൾ ട്രസ്റ്റുകള്, ഇവയൊക്കെ ആയിട്ട് ചേർന്നിട്ടാണ് നടത്തുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഹോസ്പിറ്റലില് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലുള്ളവരാണോ അത് കൊടുക്കുന്നേ?
ആണോ? കണ്ടിട്ടുണ്ട്? ഹോസ്പിറ്റലിലുള്ള വ്യക്തികളാണോ? ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടർമാരാണോ ഉച്ചഭക്ഷണ രോഗികൾക്ക് കൊടുക്കുന്നത്? അല്ലല്ലേ? പുറത്തുള്ള സംഘടനകൾ വന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനെയാണ്, അത്തരത്തിലുള്ള സർവീസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മിഡ് സൈസിൽ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you. അടുത്ത ക്ലാസ് ഇത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നോ? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആരും ചെയ്തിട്ടില്ലല്ലോ. ചെയ്യുമ്പോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. എന്താ പേര്? ഗ്രൂപ്പിൽ ഞങ്ങൾ അന്നേരം അതിനകത്ത് എങ്ങനെ ജോയിൻ ചെയ്യാ? ആരെങ്കിലും ഒരു ആരെങ്കിലും ഒരാളുടെ നമ്പറിൽ ജോയിൻ ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവര് ലിങ്ക് അയച്ചു തരും. ജോയിൻ ചെയ്ത് ആരുടെങ്കിലും